Welcome to MrUnbox and Travel. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് ആണ് Realme 11 Pro Plus 5G. ഏകദേശം 3 മാസത്തിന് മുകളിലായിട്ട് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലുള്ള റിവ്യൂ ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ടാവുക. വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യവും ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ റിവ്യൂയിലേക്ക് കടക്കാം. ബോക്സിനകത്ത് നമുക്കൊരു ട്രാൻസ്പെറൻറ്റ് GPU കേസ് ലഭിക്കുന്നുണ്ട്. പിന്നീട് 100 വാട്ടിൻ്റെ സൂപ്പർ വൂക്ക് ചാർജിങ് അഡാപ്റ്ററാണ് ലഭിക്കുന്നത്. Type A to Type C ചാർജിങ് കേബിളാണ് വരുന്നത്. പിന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള Realme 11 Pro Plus 5G. 3 കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. നമ്മുടെ കയ്യിലുള്ളത് ഒയാസിസ് ഗ്രീൻ ആണ്. ഇതുകൂടാതെ തന്നെ സൺറൈസ് ബീജ്, ആസ്ട്രൽ ബ്ലാക്ക്. അതിൽ സൺറൈസ് ബീജും അതുപോലെ തന്നെ ഈ ഒരു ഒയാസിസ് ഗ്രീന് ലെതർ ഫിനിഷോട് കൂടിയിട്ടുള്ള ബാക്ക് മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ആസ്ട്രൽ ബ്ലാക്കിൽ വരുന്നത് മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയെ പറയുകയാണെങ്കിൽ പിറകിൽ ഉപയോഗിച്ചിരിക്കുന്നത് വെഗൻ ലെതറാണ്. അതുകൊണ്ട് തന്നെ ടച്ച് വൈസും ലുക്ക് വൈസും സൂപ്പർബായിട്ടുള്ള പ്രീമിയം ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ഗുച്ചി എന്ന് പറയുന്ന ലക്ഷറി ബ്രാൻഡിൻ്റെ ഫോമർ ഡിസൈനറാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫിനിഷിങ്, ആ ഒരു ലക്ഷറി ലുക്ക് നമുക്കിതിൽ കാണാൻ സാധിക്കും. എസ്പെഷ്യലി ഈ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് കാണുന്ന ആ ഒരു സിപ്പ് ലൈന് പ്ലാസ്റ്റിക് കോട്ടും കൂടിയിട്ടുള്ളതാണ്. അതിന് പുറമെ ഈ ഒരു സ്റ്റിച്ച് ക്യാമറ മൊഡ്യൂളിന് ചുറ്റുമൊക്കെ ആയിട്ട് നമുക്ക് ആ ഒരു സ്റ്റിച്ചും കാണാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ ലുക്ക് വൈസ് വളരെ സൂപ്പറായിട്ടുള്ള ഒരു ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറ മൊഡ്യൂളും അത്യാവശ്യം ഭംഗിയായിട്ട് തന്നെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അല്പം ബൾജായിട്ട് നിൽക്കുന്ന ക്യാമറ മൊഡ്യൂളാണ് വരുന്നത്. പ്ലാസ്റ്റിക് ആണ് ബോഡി ഫ്രെയിം വരുന്നത്. 8.7 mm ആണ് ബോഡി തിക്നെസ്. 189 gram ആണ് ഇതിൻ്റെ ബോഡി വെയിറ്റ് വരുന്നത്. കേർവ്ഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലാണ് പവർ ബട്ടണും വോളിയം റോക്കേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുകൾ വശത്തായിട്ട് നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, ഒരു സ്പീക്കർ ഗ്രില്ല്. ലെഫ്റ്റ് സൈഡ് ബ്ലാങ്ക് ആണ്. താഴ്വശത്താണ് സിം ട്രേ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡ്യുവൽ നാനോ സിം കാർഡാണ് യൂസ് ചെയ്യാൻ സാധിക്കും. മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഇന്റേണൽ മൈക്ക്, ടൈപ്പ് സി ചാർജിങ് പോർട്ട്, അതുപോലെ തന്നെ സ്പീക്കർ ഗ്രില്ല്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസൈനിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഓവറോൾ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസിൽ ലഭിക്കുന്ന ആ ഒരു സ്മാർട്ട് ഫോണുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ഫീല് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ, എസ്പെഷ്യലി ഈ ഒരു വെഗൻ ലെതർ ഫിനിഷോട് കൂടിയിട്ടുള്ള സ്മാർട്ട് ഫോൺ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഡിസ്പ്ലേ സൈഡ് നോക്കുകയാണെങ്കിൽ 6.7 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കേർവ്ഡ് ഡിസ്പ്ലേ ആണ്. 120 Hz ആണ് റിഫ്രഷ് റേറ്റ്. ഫുൾ HD+ ആണ് റെസൊല്യൂഷന്. 915 nits ആണ് മാക്സിമം ബ്രൈറ്റ്നസ് ലെവൽ. അതുകൊണ്ട് തന്നെ വെളിയിൽ പോയാലും ഭയങ്കര ബ്രൈറ്റ് ആയിട്ടൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 394 പിക്സൽ പെർ ഇഞ്ചാണ് ഇതിൻ്റെ ഡെൻസിറ്റി. അത്യാവശ്യം ഷാർപ്പായിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ തിന്നായിട്ടുള്ള ബസിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫുൾ വ്യൂ എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ കാണാനും സാധിക്കുന്നുണ്ട്. HDR10+ ഇതിൽ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ കളേഴ്സൊക്കെ അത്യാവശ്യം ആക്യുറേറ്റ് ആണ്. അത്യാവശ്യം വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ് തന്നെയാണ്. ഇപ്പോൾ ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റി തന്നെയാണ് എനിക്കിതിൽ കാണാൻ സാധിച്ചത്. MediaTek Dimensity 7050 എന്ന് പറയുന്ന 5G ചിപ്സെറ്റാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 6 nm ആണ് ചിപ്സെറ്റ് സൈസ്. ഒക്ടാകോറിൽ 2.6 GHz ആണ് ക്ലോക്ക് സ്പീഡ്. മാലി G68 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. GPU എനിവേ ഈ ഒരു 3 മാസം യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ എനിക്കത്ര പറയത്തക്ക രീതിയിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. വളരെ സ്മൂത്തായിട്ടും ഫാസ്റ്റായിട്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ എനിക്ക് യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എനിവേ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഖത്തറിലെ വേരിയൻ്റ് ആണ്. അത് 12GB റാമിൽ 512GB മെമ്മറി വേരിയൻ്റാണ് അവൈലബിൾ ആകുന്നത്. അപ് ടു 12GB വരെ നമുക്ക് റാം എക്സ്പാൻഷൻ ചെയ്യാൻ സാധിക്കും. LPDDR4X ആണ് റാം ടൈപ്പ് വരുന്നത്. സെയിം ടൈം ഇന്ത്യയിൽ വരുന്നത് 8GB റാമിൽ 128ഉം അതുപോലെ തന്നെ 12GB റാമിൽ 256GB മെമ്മറി വേരിയൻ്റ് ആണ്. കണക്ടിവിറ്റിയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ ഡ്യുവൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്. ഡ്യുവൽ 5G ഇതിൽ സപ്പോർട്ടാണ്. 9 5G ബാൻഡാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സപ്പോർട്ടായിട്ടുള്ളത്. Wi-Fi 6 ആണ് ഇതിൽ വരുന്നത്. ബ്ലൂടൂത്തിൻ്റെ 5.2 ആണ് വേർഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. NFC കൂടി ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. എനിവേ സോഫ്റ്റ്വെയർ സൈഡ് നോക്കുകയാണെങ്കിൽ Android 13 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. 3 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ലഭിക്കുമെന്നും അതുപോലെ തന്നെ 2 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ലഭിക്കുമെന്നാണ് കമ്പനി പറയുന്നത്. Realme UI വരുന്നത് 4.0 ആണ്. പക്ഷേ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് അധികം എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ തരത്തിലുള്ള ഹാർഡ്വെയർസും ബ്ലോട്ട്വെയർസും ഈ ഒരു സ്മാർട്ട് ഫോണിൽ അവർ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. അത് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ അത് അത്ര നമുക്കൊരു ഭംഗിയായിട്ട് ഫീൽ ചെയ്യില്ല. എങ്കിലും നമുക്ക് വേണ്ടാത്ത ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ റിമൂവ് ചെയ്യാനും കൂടി പറ്റുന്നതാണ്. എനിവേ ഓവറോൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ എനിക്ക് കാണാൻ സാധിച്ചത്. ബാറ്ററി നോക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 100 വാട്ടിൻ്റെ സൂപ്പർ വൂക്ക് ചാർജറാണ് നമുക്ക് ഇതിനൊപ്പം ലഭിക്കുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് 0 to 100 ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് വെറും 26 മിനിറ്റ് മാത്രമാണ്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ 30 മിനിറ്റിൽ താഴെ മാത്രമാണ് ആ ഒരു 0 to 100 ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. എനിവേ ഓവറോൾ ബാറ്ററി പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ ഏകദേശം ഡേ ടു നൈറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. അതല്ല നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ ഒരു ദിവസത്തിന് മുകളിലും ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്.
സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ലൗഡി ആയിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സൗണ്ട് ഔട്ട്പുട്ടാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. ഒപ്റ്റിക്കലാണ് സെൻസർ ഉപയോഗിച്ചിരിക്കുന്നത്. എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ടും ഫാസ്റ്റ് ആയിട്ടും വർക്ക് ചെയ്യുന്ന നോക്കാം. അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ആക്യുറേറ്റ് ആയിട്ടും ഫിംഗർ ലോക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഫേസ് ലോക്കിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഫേസ് ലോക്കും അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് തന്നെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഗെയിമിംഗ് പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ കോൾ ഓഫ് ഡ്യൂട്ടിയാണ് ഞാൻ ഇതിൽ കളിച്ചിട്ടുള്ളത്. ഏകദേശം 45 മിനിറ്റിന് മുകളിൽ ഞാൻ ഇതിൽ ഗെയിം കളിച്ചിട്ടുണ്ട്. ഗ്രാഫിക്സ് നമുക്ക് ഹൈയിലും അതുപോലെ തന്നെ ഫ്രെയിം റേറ്റ് നമുക്ക് വെരി ഹൈയിലുമാണ് സെറ്റ് ചെയ്യാൻ സാധിക്കുക. ഫ്രെയിം റേറ്റ് മാക്സിമത്തിലേക്ക് മാറ്റുന്ന സമയത്ത് ഗ്രാഫിക്സ് ഈ ഒരു ലോ ലെവലിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എനിവേ ഇത്രയും നേരം കളിച്ച ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ എനിക്കത്ര പറയത്തക്ക രീതിയിലുള്ള ഹീറ്റിംഗ് ഇഷ്യൂ അല്ലെങ്കിൽ ഫ്രെയിം ഡ്രോപ്പ് ഇഷ്യൂ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഷ്യൂ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ എനിക്ക് ഇതിൽ ഗെയിം കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരിക്കലും പക്ഷേ ഒരു പ്രോ ലെവൽ എക്സ്പീരിയൻസ് നിങ്ങൾ ഇതിൽ പ്രതീക്ഷിക്കരുത്. നമുക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു എബവ് ഡീസൻ്റ് ആയിട്ടുള്ള ഗെയിമിംഗ് പെർഫോമൻസ് ആണ് എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിച്ചത്. 3 ക്യാമറയാണ് പിറകിൽ വരുന്നത്. 200 മെഗാ പിക്സലിൻ്റെ മെയിൻ ലെൻസ് വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനോട് കൂടിയിട്ടുള്ളത്. സാംസങ്ങിൻ്റെതാണ് സെൻസർ ഉപയോഗിച്ചിരിക്കുന്നത്. 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസ്, 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസ്. ഇനി റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ വിലയിരുത്തുന്നതിന് മുമ്പ് എനിക്കിതിൽ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അപ് ടു 4x വരെ നമ്മൾ ഇതിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ തന്നെ വലിയ ഡീറ്റെയിൽസ് ഒന്നും നഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഫോട്ടോ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം ഇതിൽ ഡിജിറ്റൽ സൂം അല്ല സെൻസർ സൂമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഡയലറ്റ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫോട്ടോ ഔട്ട്പുട്ടാണ് മിക്ക സമയത്തും നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ HDR പെർഫോമൻസും അത്യാവശ്യം നല്ല ഫോട്ടോസ് ലഭിക്കുന്നുണ്ട്. ഈവൻ പോർട്രേറ്റിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും അത്യാവശ്യം നല്ല ഫോട്ടോസ് തന്നെയാണ് ലഭിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലാണെങ്കിൽ നൈറ്റ് ഫോട്ടോഗ്രാഫിയും അത്യാവശ്യം നല്ലതാണ്. പക്ഷേ എനിക്കിതിൽ നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കളേഴ്സിൻ്റെ കാര്യമാണ്. അതായത് നമുക്ക് പ്രെഡിക്റ്റബിൾ എന്നുള്ള രീതിയിലുള്ള കളേഴ്സ് അല്ല ചില സമയത്ത് നമുക്ക് ലഭിക്കുന്നത്. ചില സമയത്ത് അണ്ടർ എക്സ്പോഷറാണ്, ചില സമയത്ത് ഓവർ എക്സ്പോഷറാണ്, ചില സമയത്ത് നമുക്ക് ഒട്ടും നാച്ചുറൽ അല്ലാത്ത ഫോട്ടോ ഔട്ട്പുട്ടാണ് ചില സമയത്ത് ലഭിക്കുന്നത് എന്ന് തന്നെയാണ് എനിക്കിതിൽ നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യം. ഒരുപക്ഷെ അത് സോഫ്റ്റ്വെയറിൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഒരുപക്ഷെ ഭാവിയിൽ അത് പരിഹരിച്ചേക്കാം. എനിവേ അൾട്രാ വൈഡിൽ എടുത്തിരിക്കുന്ന കാര്യം എടുത്തു കഴിഞ്ഞാലും വലിയൊരു ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ആ ഒരു അൾട്രാ വൈഡ് ഫോട്ടോസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. മാക്രോ പെർഫോമൻസും ജസ്റ്റ് ഓക്കെ എന്നുള്ള രീതിയിൽ മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിവേ സെൽഫി ക്യാമറയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 32 മെഗാ പിക്സലിൻ്റെ പഞ്ച് ഹോൾ ക്യാമറയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സോണിയുടേതാണ് സെൻസർ. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ വൈസ് നല്ല അത്യാവശ്യം ഷാർപ്പായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ടാണ് ലഭിക്കുന്നത്. ഡയലറ്റ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും HDRൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഈവൻ പോർട്രേറ്റ് ഫോട്ടോസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഈവൻ നൈറ്റ് കണ്ടീഷനിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫോട്ടോ ഔട്ട്പുട്ടാണ് ലഭിക്കുന്നത്. അതിലും പക്ഷേ സെയിം സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങൾക്ക് ഫോട്ടോ സാമ്പിൾസിൽ കാണാൻ സാധിക്കും. ചില ഫോട്ടോസ് ഇത്തിരി ഓവർ എക്സ്പോഷർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒട്ടും നാച്ചുറൽ അല്ലാത്ത രീതിയിലുള്ള ഫോട്ടോ ഔട്ട്പുട്ടാണ് ലഭിച്ചിട്ടുള്ളത്. ഇനി ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഒരു എബവ് ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസ് എന്നുള്ള രീതിയിൽ മാത്രമാണ് എനിക്കിതിനെ കാണാൻ സാധിച്ചത്. റിയർ ക്യാമറ വീഡിയോ ഫുട്ടേജ് ആണിത്. 4K 30 ഫ്രെയിംസ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. അതിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നതും. സ്റ്റെബിലിറ്റി നമുക്കൊരു ഓക്കെ എന്നുള്ള രീതിയിലുള്ള ഫീലാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ HDR പെർഫോമൻസും കുഴപ്പമില്ലാത്ത രീതിയിൽ കാണുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്റ്റെബിലൈസേഷൻ വേണമെങ്കിൽ ഫുൾ HD 60 ഫ്രെയിംസ് അല്ലെങ്കിൽ 30 ഫ്രെയിംസ് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം അതിലാണ് EIS സപ്പോർട്ട് ആയിട്ടുള്ളത്. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള വീഡിയോ ഫുട്ടേജ് ആയിട്ട് മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തത്. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണിത്. ഫുൾ HD 30 ഫ്രെയിംസ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷന്. ആൻറ്റി ഷേക്ക് മോഡിലാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്റ്റെബിലിറ്റി നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതേസമയം തന്നെ HDRൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അത്ര ഒരു ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ഇല്ല. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് മാത്രമാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഓവറോൾ വീഡിയോ ക്വാളിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമുക്ക് വീഡിയോയിൽ കാണുന്നുണ്ട്. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 12GB + 512GBക്ക് 1314 ഖത്തറിയാലാണ് വരുന്നത്. ഏകദേശം ഇന്ത്യയുടെ 30,500 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. എനിവേ എനിക്കിതിൽ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി തന്നെയാണ്. 512GB ആണ് ഇതിൻ്റെ മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കൂടിയ മെമ്മറി ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോണാണിത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസൈൻ തന്നെയാണ്. എസ്പെഷ്യലി ഈ ഒരു വെഗൻ ലെതർ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു കളേഴ്സിലുള്ള ഡിസൈന് സൂപ്പർബാണ്. അതുപോലെ തന്നെ ഒരു പ്രീമിയം ഫീൽ നൽകുന്ന ഡിസൈൻ തന്നെയാണ്. പിന്നെ കേർവ്ഡ് ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്റ്റീരിയോ സ്പീക്കർ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നല്ല രീതിയിലുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. ക്യാമറ പെർഫോമൻസും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള റിയൽമി സ്മാർട്ട് ഫോണൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, അതുപോലെ തന്നെ ഈ 1314 ഖത്തറിയാലൊക്കെയാണ് നിങ്ങളുടെ ബജറ്റെങ്കിൽ പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോണുകളിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു റിയൽമി 11 Pro Plus 5G എന്നത്.
ഇനി ഇന്നത്തെ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ആ ഒരു കാര്യം ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. ചാനലും വീഡിയോസും യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.